നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വെച്ചുമാറാൻ CMP. നെന്മാറ കുന്നംകുളം സീറ്റുകൾക്ക് പകരം തിരുവനന്തപുരം കുന്നമംഗലം സീറ്റുകൾ വേണമെന്നാണ് ആവശ്യം. മുന്നണിയിൽ ഈ ആവശ്യം ഉന്നയിച്ചു. തിരുവനന്തപുരം കിട്ടിയാൽ CP ജോണും കുന്നമംഗലം കിട്ടിയാൽ CN വിജയകൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. CMPയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് മുന്നണിയെ അറിയിച്ചതായി അറിയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുള്ള പ്രതികരണം എന്തെങ്കിലും വന്നു തുടങ്ങിയോ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയായിട്ടുണ്ട്. ആദ്യവട്ടം പൂർത്തിയായി എന്നുള്ളതാണ്. അതിനകത്ത് ഇനി തീരുമാനമാണ് വരാനിരിക്കുന്നത്. 2 സീറ്റുകളാണ് CMP സാധാരണഗതിയിൽ മത്സരിക്കാറുള്ളത്. അതിൽ കുന്നംകുളവും നെന്മാറയും. കുന്നംകുളത്ത് പക്ഷേ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നില്ല. CP ജോൺ അതിന് മുമ്പ് 2 തവണ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരത്തിൽ നിന്ന് മാറി നിന്നത്. നെന്മാറയിലാണ് CMP മത്സരിച്ചിരുന്ന മറ്റൊരു മണ്ഡലം. അവിടെ CN വിജയകൃഷ്ണനാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പക്ഷേ ഇത്തവണ ഈ 2 സീറ്റുകളും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത് CMP വ്യക്തമാക്കിയിട്ടുണ്ട്. CP ജോണിന് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു മണ്ഡലം അദ്ദേഹത്തെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്ക് തിരുവനന്തപുരം മണ്ഡലം അനുവദിക്കണം എന്നുള്ളതാണ് CMPയുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതാണ് കഴിഞ്ഞ ഇവരുടെ ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസിനോട് CMP ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം മണ്ഡലവും അനുവദിക്കണം എന്നതുകൂടി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ CMPയുടെ മറ്റൊരു സംസ്ഥാന നേതാവായ CN വിജയകൃഷ്ണൻ അവിടെ മത്സരിക്കും. അതല്ല, ഈ നെന്മാറ തന്നെയാണ് കുന്നംകുളവും നെന്മാറയും തന്നെയാണ് അനുവദിക്കുന്നതെങ്കിൽ അവിടെ കുന്നംകുളത്ത് മത്സരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല. നെന്മാറയിൽ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും. തിരുവനന്തപുരത്ത് തന്നെ മുൻ മേയറുടെ മകൻ അഡ്വക്കേറ്റ് സാജുവിനായിരിക്കും നെന്മാറയിൽ മത്സരിപ്പിക്കുക. എന്തായാലും CMP കൂടുതലും CP ജോണിനാണ് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു സുരക്ഷിതമായ മണ്ഡലം വേണം എന്നുള്ളതാണ്. UDFന്റെ മറ്റു കക്ഷികൾക്കും കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും ഇതിൽ CP ജോണിന് ഇത്തവണ സുരക്ഷിതമായ ഒരു മണ്ഡലം നൽകണമെന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മണ്ഡലം അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ശിവകുമാർ മത്സരിക്കുകയും പരാജയപ്പെടുകയും ആന്റണി രാജുവുമായി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത മണ്ഡലമാണ്. അവിടെ ഇത്തവണ CMPക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും അവരുടെ അന്തിമ തീരുമാനങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ. ഈ 2 മണ്ഡലങ്ങളാണ്, ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് കുന്നമംഗലം മണ്ഡലവുമാണ് CMP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ പ്രസാദ്, ശരി. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.